അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, മഹാനായ അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് എനിക്ക് വിവരം ലഭിച്ചാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരവയവം മുറിഞ്ഞു വീഴുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളും ഇതുപോലെയാകണം. നമ്മുടെ സുന്നികളായ അഹ്ലുസുന്നയിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ സഹോദരിമാരെ നാം നന്നായി സ്നേഹിക്കണം. അവർക്ക് വേണ്ടി നിരന്തരമായി ദുആ ചെയ്യണം. സുന്നീതര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളെ സ്നേഹിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളേറെ സ്നേഹിക്കുന്ന, നമ്മളെ പ്രസവിച്ച ഉമ്മയെക്കാളും പോറ്റിയ വാപ്പയെക്കാളും നമ്മൾ ഏറെ സ്നേഹിക്കുന്നത് മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെറും സാധാരണക്കാരനായി കാണുന്ന, അധികാരം ലഭിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റത്തു ഷരീഫക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ആ പച്ച ഖുബ്ബ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളുടെയും ജീവിത പാഠങ്ങളെയും കൃത്യമായി നെല്ലും പതിരും വേർതിരിച്ച് പഠിപ്പിച്ചു തന്ന നമ്മുടെ ഇമാമിങ്ങളെ പക്കാ മുശ്രിക്കുകളും കാഫിറുകളും തെമ്മാടികളുമാക്കി മാറ്റുന്ന ഒരു വിഭാഗത്തിനെ നമ്മൾ എന്തിനാണെന്ന് സ്നേഹിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? അതുകൊണ്ട് നമുക്കിന്ന് നേട്ടമുള്ളത്. അള്ളാഹു തആല പറയുന്നുണ്ട്, സമനം ഖലീല, നിങ്ങൾ താൽക്കാലിക സുഖത്തിന് വേണ്ടി ആഖിറത്തിനെ പറ്റി കാശാക്കരുത്. ഇന്ന് പല ആളുകളും സുന്നി എന്ന ലേബലിൽ അറിയപ്പെടുന്ന പല ആളുകളും അതിൽ ബഹുമാനിക്കപ്പെടേണ്ട തറവാട്ടുകാരുണ്ടല്ലാത്തവരൊക്കെ ഉണ്ട്. കണ്ട മുജാഹിദിന്റെയും സുന്നീതര ആശയക്കാരുടെ വേദികളിൽ പോയി അവർക്ക് പ്രമോഷൻ പാട്ട് പാടുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിലൂടെ ഒരുപാട് അപകടങ്ങൾ പിൻതലമുറ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അവർക്ക് വേണ്ടി കൊടി പിടിക്കാനോ അവർക്ക് കുട ചൂടി കൊടുക്കാനോ പാടില്ല. അതിന്റെ ആവശ്യമില്ല. സ്വന്തം വാപ്പ മരിച്ചാൽ പോലും ദുആ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നവര്, സ്വന്തം ഉമ്മച്ചി മരിച്ചാൽ ഖബറിന്റെ ചാരത്ത് പോകാൻ പാടില്ല. ഉമ്മച്ചി മരിച്ച ഉമ്മച്ചിക്ക് പോയി, അതോടുകൂടി എല്ലാം കഴിഞ്ഞു. ഇനി ഉമ്മച്ചിയായി അതായി ഇതായി, അല്ലാതെ മക്കൾക്ക് അതിനകത്ത് ബാക്കി അനന്തര കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. അതൊക്കെ വലിയ തെറ്റായി സമൂഹത്തിനെ പഠിപ്പിക്കുന്ന, നമ്മുടെ ആലിമീങ്ങളെ തെമ്മാടികളാക്കി മാറ്റുന്ന, വെള്ളവും വെളിച്ചവും ആവശ്യമായ വളവും ആവശ്യാനുസരണം നൽകിയ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ പച്ചക്ക് തെറി പറയുന്ന ആളുകളെ നമ്മൾ എന്തിനാ സ്നേഹിക്കുന്നത്? ഇന്ന് സുന്നികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ തെളിവുകളുണ്ടല്ലോ. ഈ പരിശുദ്ധമായ ഖുർആനും ഹദീസുമാണെന്ന് പഠിപ്പിച്ചു തന്നത് ഇമാമിങ്ങളല്ലേ. ഇജ്മാ അല്ലേ ഇസ്ലാമിലെ ഏറ്റവും വലിയ തെളിവ്. എന്നിട്ടും അതൊക്കെ പറയുന്ന ഇമാമിങ്ങളെ പച്ചക്ക് തള്ളിക്കളയുന്ന ആളുകളെ നമ്മൾ സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജ്യം അപകടത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അതൊക്കെ ആവശ്യമായ കാര്യങ്ങളാണ്. അതല്ലാതെ സുന്നീതര ആശയങ്ങളെ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചലനവും ഒരു വാക്കോ പ്രവൃത്തിയോ ഒരു കുറിപ്പോ നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ വരാൻ പാടില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, നമുക്ക് വേണ്ടി ദുആ ചെയ്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ, നമ്മുടെ പ്രസവിച്ച ഉമ്മച്ചിയേക്കാളും പോറ്റിയ വാപ്പയെക്കാളും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാപ്പിച്ചയും ഉമ്മച്ചിയും നരകത്തിലാണ്, അവര് പച്ച കാഫിരീങ്ങളാണ്, അവർ നരകത്തിലാണെന്ന് പറയുന്നവരെ നമ്മൾ എന്തിനാണ് അവരുടെ പിന്താങ്ങി നടക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.